എനിക്ക് വളരെ സന്തോഷം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ദൈവദാസനെ സഭയ്ക്ക് ഞാൻ ആരംഭത്തിൽ നന്ദി അർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ വഹിക്കുന്നു എന്നെനിക്ക് വാസ്തവമായി അറിയാം. അതുപോലെ ഈ സഭയോർത്തും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം ദൈവം നൽകിയത് ഓർത്തും ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. മുഖപരിചയമുള്ള എല്ലാവരെയും ഓർത്ത് പലപ്പോഴും സ്തോത്രം ചെയ്യാറുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് മുഖപരിചയമില്ലാത്ത ചില പേരും അവരെ കാണുന്നുണ്ട്. പിന്നത്തേൽ പരിചയപ്പെടാനായിട്ട് ദൈവം കൃപ നൽകട്ടെ. ഞങ്ങൾ പോകുന്നതിന് ശേഷം 2 വർഷം കൊണ്ട് കുറെ കുടുംബങ്ങളൊക്കെ വന്നു എന്നറിയാൻ ഇടയായതിനും വളരെ സന്തോഷം. നിങ്ങളൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കേൾക്കുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. പ്രീസറോ എല്ലാവരും സന്തോഷത്തോടെ ആണല്ലോ അല്ലേ? ഒരു ചിരിച്ച മുഖത്തോടെ നമുക്കൊന്ന് സ്തോത്രം കരയേറ്റാം. പ്രീസറോട് ഹല്ലേലൂയ. ദൈവസന്നിധി വരുമ്പോഴേ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മറക്കത്തുള്ളൂ. ദൈവസന്നിധി സന്തോഷ പരിപൂർണതയുണ്ടെന്നാണ് ദൈവനും പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളെ കർത്താവിൽ എപ്പോഴും നിങ്ങൾ സന്തോഷിക്കണം. ദുഃഖിച്ചാൽ എന്നാ കാര്യമുള്ളത്? ദുഃഖിച്ചുള്ള ഒരു കാര്യമില്ല. സന്തോഷിക്കാനാണ് ദൈവസന്നിധിയോട് വരിക. നമ്മുടെ ആരാധനയ്ക്ക് വരുമ്പോൾ, ഒരു കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ, ഇതുപോലെ സൂം മീറ്റിങ്ങിൽ വരുമ്പോൾ ദൈവവചനം കേട്ടും പാടിയും ആരാധിച്ചും ദൈവമക്കളുടെ ഫേസ് അന്യോന്യം കണ്ടും അവരെ നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലും ഒക്കെ നമ്മൾ വളരെ സന്തോഷിക്കാൻ ഇടയാക്കി. അതിനുള്ള അവസരമൊക്കെ നൽകുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു എന്ന് കേട്ടതിന് വളരെ സന്തോഷം. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഉപവാസത്തിലും പ്രാർത്ഥനയുമായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടെ സഭായത്തോടെ കർത്തമേശയോടുകൂടെ ഞങ്ങളുടെ ഉപവാസമൊക്കെ അവസാനിപ്പിച്ചു. ദൈവാസം ഓർപ്പിച്ചതുപോലെ ഈ വർഷത്തിന്റെ 2024 ലാസ്റ്റ് സൺഡേയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. 52 സൺഡേകൾ നമ്മളെ വിട്ടുപോയി. നമുക്ക് പലപ്പോഴും ആരാധിക്കാനുള്ള അവസരം ലഭിച്ചു, കൂട്ടായ്മ കൂടാനുള്ള അവസരം ലഭിച്ചു, എത്രയോ ആത്മീയ പ്രബോധനങ്ങൾ കേട്ടു. എല്ലാത്തിനുമായി ഞാൻ ദൈവം സ്തോത്രം. ദൈവമക്കൾ നമ്മുടെ ഭാഗ്യമുള്ള ദൈവമക്കളാണ്. എപ്പോഴും നമ്മൾ ചിന്തിച്ചോണം, വി ആർ എ ബ്ലെസ്ഡ് പീപ്പിൾ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. നമ്മൾ വാ തുറന്ന് പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട, എന്റെ സഭ അനുഗ്രഹിക്കപ്പെട്ടതാ. എന്തൊക്കെ ദൈവത്തിന്റെ വാഗ്ദത്തം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ മുഖവരെ പറഞ്ഞ് അധികം മുന്നോട്ട് പോകുന്നില്ല. എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ഒരു ദൈവിക ചിന്ത നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ടാണ് താല്പര്യപ്പെടുക. നിങ്ങൾ ഒരു പക്ഷേ കേട്ട ചിന്തയായിരിക്കാം. ഈ ബൈബിളിനകത്ത് പുതുമയൊന്നും നമുക്ക് പലപ്പോഴും അവകാശപ്പെടാനൊന്നുമില്ല. പഴയതാണെങ്കിലും അത് പുതുതയുള്ളതാണ്. ഒരു ദൈവന ശുശ്രൂഷികൾ നമ്മൾ പറയാം, അയ്യോ ഞാൻ എത്ര പ്രാവശ്യം വായിച്ചു കേട്ടതാ, ഞാൻ കാണാപ്പാടമാക്കിയ ചില വയലിനകത്തില്ലേ, ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. എങ്കിലും ദൈവം എപ്പോഴും പുത്തൻ കാര്യങ്ങളാണ് ബൈബിളിലൂടെ നമ്മൾ ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് രാത്രിയായി, ഞങ്ങൾക്ക് ഇവിടെ 2:30 പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇപ്പൊ എത്ര 7:30 7:45 കാണും അല്ലേ? ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ദൈവശക്തനായ ദൈവമാണ്. നമുക്ക് പ്രവർത്തിയുടെ പുസ്തകം ആക്ട് ഓഫ് അപ്പോസ്റ്റൽസ് അതിന്റെ ചാപ്റ്റർ 14 വേഴ്സ് 22-23 ഞാൻ തന്നെ വായിച്ചേക്കാം. ഇവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുമെന്ന് പ്രബോധിച്ച് ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിച്ചു പോന്നു. അവൻ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവെങ്കിൽ അവരെ പരിമേൽപ്പിച്ചു. ഇതാണ് ഇന്ന് ചിന്തനത്തിന് വേണ്ടി ഞാൻ ദൈവാത്മാവിന്റെ ഉള്ളിൽ തന്ന ദൈവത്തിന്റെ വചനം. നമുക്ക് ബൈബിളിനകത്ത് ഭക്തന്മാരായ ഒരുപാട് പേരെ അറിയാം, ശുശ്രൂഷകന്മാരായ ഒരുപാട് പേരെ അറിയാം, അപ്പോസ്തലന്മാരെ ചിലരെ അറിയാം. എന്നാൽ ജാതികളുടെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ശൗൽ എന്ന ഭരതാമത്തിൽ അറിയുന്നത് പൗലോസ്. പൗലോസിന്റെ രക്ഷാനിർണയവും മുൻപോട്ടുള്ള യാത്രയൊക്കെ നമ്മൾ ഒരുപാട് അറിയുന്ന ആൾക്കാരാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോസ്തലരുടെ പുസ്തകം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാരും ഉപദേശകന്മാരും ശുശ്രൂഷകന്മാരും വലിയൊരു ഗ്രൂപ്പ് ഇരുന്ന് ഉപസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ ഈ സഭയിലുള്ളവർ പ്രാർത്ഥിക്കുന്നത് പോലെ ഉപസിക്കുന്നത് പോലെ അവർ ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉപവാസം മുമ്പോട്ട് കടന്നു പോകുന്നു. ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് അവരുടെ പരിവർത്തിക്കാനിടയായി. ദൈവത്തെ ആത്മാവ് പറയുന്നത്, ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ ഒന്ന് വേർതിരിക്കണം. അപ്പോൾ ഗൈഡൻസ് നൽകിയതാരെ പരിശുദ്ധാത്മാവാണ്. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഗൈഡൻസ് ആരാ? പരിശുദ്ധാത്മാവായിരിക്കണം. ഒരു സഭയുടെ ഗൈഡൻസ് ആരാ? പാസ്റ്റർ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്, ഓക്കെ, ശരി തന്നെയാണ്. പക്ഷെ പരിശുദ്ധാത്മാവാണ്. നിങ്ങളുടെ മുൻപോട്ടുള്ള ഗമനത്തിന്റെ ആഗമനത്തിന്റെ കൺട്രോളിങ് ആരായിരിക്കും? പരിശുദ്ധാത്മാവായിരിക്കണം.
പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്താൽ വളരെ അനുഗ്രഹിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള സഭയെ മുന്നോട്ട് പോകുക. നമ്മുടെ സഭയൊന്നും ചത്ത സഭകളല്ല. ദൈവസന്നിധാനം വരുമ്പോൾ അയ്യോ മൊത്തമൊന്നും പറഞ്ഞിരിക്കാൻ പാടില്ല. നന്നായിട്ട് ദൈവത്തെ ആരാധിച്ച് വാതുറന്ന് ദൈവത്തെ സ്തുതിച്ചും വിടുതലും ആത്മാവിൽ ശക്തിപ്പെട്ടും അഭിഷേകം പ്രാപിച്ച ദൈവം അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചും ഇങ്ങനെയൊക്കെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഒരു ജീവനുള്ള ദൈവമക്കളായി നമ്മൾ മാറത്തുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ജീവനുള്ള ദൈവമക്കളാണ്? ആത്മീയമായിട്ടൊരു പുത്തൻ ഉണർവ് നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. 2024 ഒരു ഉണർവോട് വേണം കേട്ടോ 25ലേക്ക് പോകാൻ. എല്ലാ ദൈവമക്കളും ഏറ്റവും വർഷാവസാനത്തിൽ ഭയങ്കര തീരുമാനമെടുക്കുന്നവരാ. ഇന്ന് ഞാൻ സഭയില് 45 വയസ്സ് താഴെയുള്ളവർക്ക് അവസരം കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ സാക്ഷ്യം പറ, കഴിഞ്ഞ വർഷം നിങ്ങൾ എന്തെല്ലാം ചെയ്തു, ഇനി എന്താ നിങ്ങളുടെ തീരുമാനം, ഇങ്ങനെ അങ്ങ് പോകാനാണോ? 45 അതിന് മീതുള്ളവർക്ക് ടൈം കൊടുക്കാൻ കിട്ടിയില്ല. അത് 31 ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ അവരിൽ നല്ലൊരു കൂട്ടം സഹോദരിമാർ എഴുന്നേറ്റ് 2024 ചില കാര്യം ചെയ്യാൻ പറ്റി, ഉദ്ദേശിച്ചുള്ള കാര്യം പോയില്ല. ചിലർ പറഞ്ഞു നന്നായിട്ടൊക്കെ പോകാൻ കഴിഞ്ഞു. പലരും പല അഭിപ്രായങ്ങൾ, അവരുടെ സാക്ഷ്യങ്ങൾ ദൈവഭാഗം വയ്ക്കാതിങ്ങനെ. ഞാൻ അവസാനം മലാഖിപ്രവചനത്തിന് വാക്യം കൂടെ വായിച്ചിട്ട് പറഞ്ഞു, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധയിലേക്ക് കേട്ടു. എന്നിട്ട് ആ വാക്യം അവരൊന്ന് വായിച്ചു കേട്ടു. ഇത് കേട്ടത് ഞങ്ങളല്ല, നിങ്ങളുടെ സർവശക്തനായ ദൈവമാണ് ഇത് കേട്ടിരിക്കുന്നത്. കേട്ടിട്ട് ദൈവം സ്മരണാപുസ്തകം എഴുതി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം കരുതാൻ പോവുക എന്നൊക്കെ അവരെ പ്രബോധിപ്പിച്ച്, ഏതായാലും ഇന്നത്തെ കൂട്ടായ്മയൊക്കെ അവസാനിപ്പിക്കുന്ന കാര്യം ഞാൻ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ നിത്യതയോടെ നമ്മൾ സമീപിക്കുകയാണ്. നമ്മള് ആയുസ് കുറഞ്ഞു വരികയല്ല, കൂടി വരികയാണ്. എന്ന് പറഞ്ഞ് നമ്മൾ കാണും ഉറപ്പുമില്ല. ഞാൻ ഇന്ന് വരെ ജീവിച്ചതിന്റെ ജീവിതം ഏറ്റവും വലിയ ഭാഗ്യം. നാളെ എൻ്റെ ബർത്ത്ഡേയാ. ഒരു വർഷം കൂടെ എനിക്ക് തികയുക. 73 ഒക്കെ കഴിയാൻ പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ കൊച്ചുമോൾ ഈ വർഷത്തിന്റെ ബർത്ത്ഡേയാ. ഞങ്ങളുടെ സഭയിൽ 6 പേരുടെ ബർത്ത്ഡേ ഇന്നുണ്ടായിരുന്നു. അല്ല, ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചകളിൽ. അല്ലെങ്കിൽ നമുക്ക് ആയുസ് എന്ത് ചെയ്യാ, ഇങ്ങനെ കൂടി പോകാൻ കുറയുകയല്ല. ഒരാഴ്ചയെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ ആഴ്ച ദൈവങ്ങളുടെ പ്രയോജനപ്പെടണം. ഒരു പക്ഷേ നിങ്ങൾ ജോലിയോടെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്കാണ്, ഹൗസ് വൈഫാണ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട നമ്മൾ ദൈവത്തിന് വേണ്ടി ഒന്ന് പ്രയോജനപ്പെടണം. ഓക്കെ, ദൈവം നിങ്ങളെ താഴ്മയായി അനുഗ്രഹിക്കട്ടെ. ഈ അന്ത്യോക്യ സഭയിൽ നിന്ന് ഉപസിക്കുമ്പോൾ ഫരിസേയർ ഇടപെട്ടു എന്നും ബാക്കിയുള്ള മൂപ്പന്മാരും ശിശുമാരും ഇവരെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നും എന്നിട്ട് പറഞ്ഞ് പരിശുദ്ധാത്മ വരെ പറഞ്ഞയച്ചു. അപ്പോൾ ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് ആരാ നിയന്ത്രിക്കുന്നത്? പരിശുദ്ധാത്മാവാ. നിങ്ങളൊരു സാക്ഷ്യം പറയണ പോലെ ആത്മാവിന്റെ ഒരു കൃപയോട് വേണം പറയാൻ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വാക്യമുള്ളത്, നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും, അല്ലേ? അപ്പോൾ കൃപ ആരാ പകരുന്ന? ആരാ? പരിശുദ്ധാത്മാവാ. ആ പരിശുദ്ധാത്മാവിന്റെ കൃപയോടുകൂടെ ഒരു ശുശ്രൂഷ സൂക്ഷിക്കേണ്ടത്. ഇവരെ ഇങ്ങനെ പറഞ്ഞയച്ചു, ഇങ്ങനെ പോവുകയാണ്. അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഒരുപാട് സ്ഥലത്തിൽ കടന്നു, സുവിശേഷം അറിയിച്ചു. അതിന് പ്രധാനമായി 2 സ്ഥലങ്ങൾ ഞാൻ എടുത്ത് നിങ്ങളിന്ന് കാണിക്കുകയാണ്. യാത്ര ചെയ്ത് പാഫോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു. അവിടെ ആൾക്കാരൊക്കെ ദൈവനങ്ങൾക്ക് വളരെ താല്പര്യമുള്ളവരാണ്. അവിടുത്തെ ദേശാധിപതി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ട്. ആ വ്യക്തിയുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? സർഗോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ദൈവനെ കേൾക്കാൻ താല്പര്യപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തെ തടയുന്നൊരു അന്ധകാര വ്യാപാരമുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു പ്രവാചകൻ കൂടെ വസിക്കുന്നുണ്ട്. ഈ പ്രവാചകന്റെ പേരും ബൈബിളിനകത്ത് പറയുന്നുണ്ട്, ബെറേശു എന്നാ പേര്. യേശു എന്ന് സന്തോഷം. ബെറേശു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ര സന്തോഷമില്ലാത്ത കാര്യങ്ങളാണ്. ഒരു പേരുമുണ്ട്, എലിമാസ് എന്ന് മറ്റൊരു പേരുമുണ്ട്. ഇവൻ പ്രവാചകനാണെന്ന അഭിപ്രായം. പക്ഷേ പൗലോസ് പറയുന്ന സുവിശേഷത്തെ തടയുന്നൊരു അന്ധകാരം വ്യാപരിക്കുകയാണ്. ദേശാധിപതി എന്ത് ചെയ്യണം? ഇങ്ങനെ വിശ്വാസത്തിൽ പറഞ്ഞ് ആഗ്രഹിച്ച് മുമ്പോട്ട് വരുമ്പോഴാ ഈ എലിമാസ് എന്ന് പറഞ്ഞ ബെറേശു ഈ ദേശയുടെ വിശ്വാസത്തെ തടുക്കുകയാണ്. ഉടനെ പൗലോസ് ചെയ്ത പരിപാടി നമ്മളവിടെ വായിക്കുന്നുണ്ട്. പൗലോസ് പറഞ്ഞു, ഇപ്പോൾ ദൈവത്തിന്റെ കരത്തിന്റെ മേൽ വീഴും. അല്പസമയത്ത് കണ്ണു കാണാതെയായി ഇവ തപ്പി നടക്കാൻ തുടങ്ങി. ദേശാധിപതി കണ്ടിട്ടു ദൈവത്തിൽ വിശ്വസിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. ഇവന് കാഴ്ച കിട്ടിയോ എന്ന് എനിക്കറിയത്തില്ല. പൗലോസ് എന്തിനാണ് ചിലപ്പോൾ തലമയെ കൈവച്ച്, കാരണം പൗലോസിന്റെ അനുഭവം കിട്ടിയതാണല്ലോ, ഇല്ലേ? രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുമ്പോൾ 3 ദിവസം കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയി ഇങ്ങനെ അന്ധനെ പോലെ ഇരുന്ന് തപ്പിത്തടഞ്ഞ് ഇങ്ങനെ ഇരുന്ന ഒരു അനുഭവം പൗലോസിന്റെ ജീവിതത്തിന്മേലുണ്ട്.
മൂന്നാം ദിവസം അനന്യാസ് തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാ നമ്മൾ ബൈബിൾ ഒന്ന് ചെറുക്കളിലൊക്കെ അടന്നു വീണ്ട കാഴ്ച കിട്ടി. ഇതേ അനുഭവം ഉണ്ട്. എന്റെ ചിന്ത ഇങ്ങനെയാണ്, ഈ എലിമാസയുടെ തലയെ കൈവച്ച് ഈ നമ്മുടെ അപ്പോസ്തലൻ പൗലോസ് പ്രാർത്ഥിച്ച് കാണും, ഒരു കാഴ്ച കിട്ടി മുമ്പോട്ട് പോയി കാണും എന്ന് ഞാൻ ചിന്തിക്കുക. പോകട്ടെ, ഒന്നാമത്തെ അത്ഭുത പ്രവൃത്തി എവിടെയാണ്? രണ്ടാമത്തെ അത്ഭുത പ്രവൃത്തി എന്ന് പറഞ്ഞ ഒന്നാമത്തെ വിഷയയാത്രയിൽ ലുസയിൽ ചെന്നു. അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തിയെ കണ്ടു. പൗലോസും തന്റെ കൂടെയുള്ള ബർദോസും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് യേശുവിന്റെ നാമത്തിൽ നടക്കാൻ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു. പ്രിയമുള്ളവരെ, വലിയ സന്തോഷമായിരുന്നു ആദ്യം, പക്ഷെ പ്രയാസം കയറി. ആദ്യത്തെ സന്തോഷം എന്താ? അവരെ പേരൊക്കെ അങ്ങ് മാറ്റി. ഇന്ദ്രനെന്നും ബുധനെന്നും ഒക്കെ പേരിട്ട് അവർ യാഗം കഴിക്കാനും ഇങ്ങനെ തുടങ്ങി നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ പ്രശ്നം വർദ്ധിക്കാൻ തുടങ്ങി. ഇത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്നും സുവിശേഷ വിരോധികൾ ഒരുപാടുണ്ട്. ഒരുപക്ഷെ ആശയിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങി നിങ്ങൾ പ്രവർത്തിക്കാൻ എനിക്കറിയത്തില്ല. ഇവിടെ ഇപ്പം ഭയങ്കര പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ആഴ്ചയിൽ മിക്ക ദിവസങ്ങളും ഒക്കെ പലയിടത്തായിട്ട് യാത്ര ചെയ്യുകയും സുവിശേഷം പറയുകയും പലരും നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ടീം വർക്ക് ഞങ്ങൾക്കുണ്ട്. അതിൽ കൂടെ 10, 25, 30 പേരൊക്കെ ഓരോ ആഴ്ചകളിലും. ബുധനാഴ്ച ഒരു ടീമിന്റെ വർക്കുണ്ട്. ചിലപ്പോൾ തിങ്കളാഴ്ച ഏതെങ്കിലും ഞങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ദിവസങ്ങളിൽ ഒരു എറണാകുളം UDF എന്ന് പറയുന്ന ഒരു UPF, യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ്, അതിന്റെ പ്രവർത്തനമുണ്ട്. ചിലതൊക്കെ ചിലർക്ക് എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഈ കഴിഞ്ഞ ക്രിസ്മസ് നിങ്ങൾ വായിച്ചല്ലോ, കുമ്പനാടിന്റെ പ്രദേശത്ത് നമ്മുടെ പ്രിയമുള്ളവര് ക്രിസ്മസ് പരോളിനായിട്ട് പോയപ്പോൾ ഒരുപാട് പേര് എതിർത്തു എന്ന് തടഞ്ഞു. ഇതൊക്കെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഞങ്ങൾ ഏതായാലും ഈ വർഷം 2 ദിവസം ക്രിസ്മസ് പരിപാടി നടത്തി. 90 വീട്ടിൽ ഞങ്ങൾ കയറാനുള്ള ഭാഗ്യം ലഭിച്ചു. 2 ദിവസമായിട്ട് 90 വീട്ടിൽ കയറ്റി ഞങ്ങൾ പുതിയമം കൊടുത്തു, 4 ടൈപ്പ് ട്രാക്ട് കൊടുത്തു, കുറച്ച് സീഡ്സ് കൊടുത്തു, പിന്നെ ഒരു ബൈബിൾ വേഴ്സ് എഴുതിയ ഒരു കാർഡ്, എൻ്റെ പുറകിൽ കലണ്ടർ. ഇത്രയും കൊടുക്കാൻ എല്ലാവരും സന്തോഷം. ആരെയും 10 പൈസ വാങ്ങിയതുമില്ല. സാധാരണ കരോളിൽ ചെല്ലുന്ന ആൾക്കാർ ഇങ്ങോട്ട് കൊട്ടി പാടിയിട്ട് പൈസ വാങ്ങിക്കുക. ഇങ്ങനെ പൈസ കൊണ്ട് വേണ്ട ഞങ്ങളിത് മേടിക്കാൻ വന്നതല്ല, നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ഒരു ഗിഫ്റ്റ് തരാൻ വന്ന കൊടുത്തപ്പോഴായ ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ. ഞാൻ കുറെ വർഷങ്ങൾ മുമ്പ് ചെയ്തിരുന്നു. ഈ വർഷം അങ്ങനെ പല ഉള്ളിൽ തോന്നി നമുക്കൊന്ന് ചെയ്താൽ എന്താ. അല്ല നമ്മൾ ചെന്നാൽ ചില വീട്ടിൽ കയറിയല്ല, ഇങ്ങനെ കരോളുമായിട്ടൊക്കെ ചെന്ന ഒരു പാട്ടൊക്കെ പാടുമ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് പാപ്പാഞ്ഞൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും വൈറ്റ് ഷർട്ട് ധരിച്ചു. ഞങ്ങളുടെ സഹോദരന്മാർ ചുരിദാർ വൈറ്റ് ധരിച്ചു. ഞങ്ങൾ സാധാരണ വേഷം, ബന്ധക്കോസാരുടെ വേഷം തന്നെയാണ് ചെല്ലും. 2-3 ഡ്രമ്മൊക്കെ അടിച്ച് ഞങ്ങളങ്ങ് ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ഏതായാലും ഇത് കണ്ടപ്പോൾ കർത്താവെ ആയുസ് അടുത്ത വർഷം തരികയാണെങ്കിൽ ഒരു 10 ദിവസം ചെയ്യണമെന്നൊരു കൂടി ആഗ്രഹം. ഹല്ലേലൂയ. ഞാനിത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ലുസ്ത്രയിൽ ഒരു വിടുതൽ കിട്ടിയാൽ, ദൈവമക്കളെ, നമ്മൾ വിടുതൽ പ്രാപിക്കുന്ന ഇഷ്ടപ്പെടാത്ത കുറെ അന്ധകാര വ്യാപാര ശക്തികളുണ്ട്. ഇവൻ ജീവിതത്തിൽ മുഴുവനും ഒരു മുടന്തനായി കിടന്ന ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മുടെ ഒരുപാട് ചിന്തിക്കാറുണ്ട്, ഒരാൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസി വന്ന അന്ന് പോലെ പ്രശ്നങ്ങളാണ്. വീട്ടുകാർ പ്രശ്നം, നാട്ടുകാർ പ്രശ്നം, അപ്പൻ പ്രശ്നം, അമ്മ പ്രശ്നം, അമ്മായി ആകെ പ്രശ്നമാണ്. പക്ഷെ പ്രശ്നം നോക്കിയിരുന്ന് നമുക്ക് വിശ്വാസത്തിൽ വരാൻ പറ്റുമാകുന്നില്ല. എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ വരാൻ ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ തന്നാൽ എടുത്തങ്ങ് ചാടിക്കണം. ഞാൻ ആൾക്കാരോട് പറഞ്ഞത്, നിങ്ങൾ ആരെയും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ബൈബിളിൽ എനിക്കൊരു വാക്യമില്ല, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ. ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ പൗലോസിന്റെ 3 മിശ്രയാത്ര നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതാണ്ട് 30 വർഷക്കാലത്തൊക്കെ എന്ന ദൈവസഭയിൽ പറയുക. AD 35 മുതൽ AD 65 വരെയുള്ള കാലയളവിലാണ് അദ്ദേഹം മിശ്രയാത്ര ചെയ്തത് എന്നും അനേക സ്ഥലങ്ങളിൽ ദൈവം അറിയിച്ച് ഒരുപാട് സഭകൾ സ്ഥാപിച്ച് ഇതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു അപ്പോസ്തലൻ വേറെയില്ല. മറ്റപ്പോസ്തലന്മാർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹത്തിന് കുറെ കഴിവുകൾ ദൈവം. 1 എഡ്യൂക്കേഷനാണ്, നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. 2 വചനത്തിന് നിശ്ചയമാണ്. ഗമാലിയനികൾ വചന നിശ്ചയം പ്രാപിച്ചു. 3 2-3 വർഷക്കാലത്തോളം താൻ പോയി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവാത്മാവിന്റെ ഗൈഡൻസ് മുഴുവൻ പ്രാപിച്ചു. ആത്മാവിന്റെ. അതുകൊണ്ട് നമ്മൾ കർത്തമേശയൊക്കെ എടുക്കുമ്പോൾ ഒരു വാക്യം നമ്മൾ പറയുന്നത്, ഞാൻ കർത്താവിൽ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്താൻ. ഇത് പറയാൻ കാരണം എന്താ? പൗലോസ് മറ്റപ്പോസ്തലന്മാർക്ക് കേട്ടുപഠിച്ചതോ കണ്ടുപിടിച്ചതൊന്നുമല്ല. പൗലോസ് വിശ്വാസത്തിൽ സ്ഥാനപ്പെട്ട് മുന്നോട്ട് വന്നതിന് ശേഷം കുറെ നാളുകൾ പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് ദൈവത്തെ അധികം കൃപ പ്രാപിച്ച ഒരു അപ്പോസ്തലനാണ്. ഈ രീതിയിലൊക്കെ ഒരുപാട് ദൈവത്തിന് പ്രയോജനപ്പെടുവാനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചു. ദൈവമക്കളെ, നമ്മൾ ചെറിയവരാണെങ്കിലും നമ്മിൽ കൂടെ പ്രവർത്തിക്കാൻ ദൈവം ശക്തനാണ്. നമുക്ക് കഴിവ് പരിമിതമായിരിക്കും.
പല പല ലാംഗ്വേജുള്ള നമുക്ക് അറിവ് നമുക്ക് കണ്ടെന്ന് വരത്തില്ല. എങ്കിലും നമ്മെ ഉപയോഗിക്കാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കഴുതയുടെ വാ തുറക്കാൻ കർത്താവിന് കഴിയത്തില്ലേ? കഴിയുമല്ലേ? കഴുത ആർക്കും വിട്ടതല്ല. എന്താ കാര്യം? എന്താ? കഴുത എപ്പോഴും നമ്മൾ നോക്കിയ ഒരു വൃത്തിയുടെ ജീവിയാണ്. ഞാനെന്നെ പഠിച്ചപ്പോൾ എപ്പോഴും താഴെ പോകത്തുള്ളൂ. പിന്നെ കഴുതയുടെ കരച്ചിൽ കാണാൻ ആർക്കെങ്കിലും ഇഷ്ടമാണ്? ഈ എത്രയോ മൃഗങ്ങളുടെ കരച്ചിൽ കാണുമ്പോൾ സന്തോഷമാണ്. പക്ഷേ കഴുതയുടെ കരച്ചിൽ കേട്ടാൽ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. ഈ കഴുതയാണ് ഒരു പ്രവാചകന്റെ ബുദ്ധിയെ തുറക്കാൻ ദൈവം ഉപയോഗിച്ചത്. ഇതുപോലൊരു കഴുതയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യാത്രയ്ക്ക് ഉപയോഗിച്ചത്. ഓക്കെ, അങ്ങനെ പോകട്ടെ, ഞാനത് പറഞ്ഞങ്ങ് വിടുന്നേ ഉള്ളൂ. ഇവിടെ ലുസ്ത്രയിൽ ഉണ്ടായ സംഭവം മുഖേന ദേശം മുഴുവൻ ഇത് സ്പ്രെഡ് ചെയ്യാനിടയായി. അയ്യോ, ഒരു ഉപദേശി ഞങ്ങളുടെ നാട്ടിൽ വന്നു, ഇദ്ദേഹം എന്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ മുടന്ന സൗഖ്യമായി. എടാ, നല്ല കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ പോരെ, ഇവര് പ്രശ്നം ഉണ്ടാക്കണോ? അപ്പോഴത്തെ അന്ത്യോക്യയിൽ നിന്ന്, ഇക്കോനിയിൽ നിന്ന്, അവിടെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ചുറ്റും വരാൻ തുടങ്ങി. എവിടെ ഉപദേശി എവിടെ കണ്ടുപിടിച്ചു? ഇവരെല്ലാം കൂടെ ചെയ്ത ഒരു വിസ്താരം പോലും കഴിയാതെ ഇദ്ദേഹത്തെ നന്നായിട്ട് കല്ലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞായിരുന്നു, പൗലോസേ, ബർന്നബാസേ, നിങ്ങൾ പോകും കേട്ടോ, അവിടെ ഒരു കല്ലേറ് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. ഇതൊന്നും പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല. പരിശുദ്ധൻ അറിയത്തില്ല ഈ സംഭവിക്കുമെന്ന്. പരിശുദ്ധൻ അറിയാം, ദൈവത്തെ അറിയരുതല്ല. നമ്മുടെ ചില കാര്യങ്ങൾ നമ്മളെ ദൈവം അങ്ങ് മറച്ചു വെച്ചിരിക്കുക. നമ്മുടെ ജീവിതയാത്രയിലും കടന്നു വന്ന പ്രശ്നങ്ങൾ നമുക്ക് വല്ലതും അറിയാം. നാളെ എന്താകും, അടുത്ത വർഷം എന്താകും, ഇന്ന രോഗം വരും, ഒന്നും നമുക്കറിയില്ല. എന്നാൽ ദൈവത്തിന് ഇതെല്ലാം അറിയത്തില്ലേ? ദൈവം എല്ലാം അറിയാമല്ലോ. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ചില പൈസ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ഏറ്റവും ശ്രദ്ധ ദൈവത്തെ അറിയത്തില്ലേ? നിങ്ങളുടെ ഭാവി എന്താകും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരാകുമെന്നറിയാം, നിങ്ങൾ എത്രമാത്രം ദൈവത്തിന് പ്രയോജനപ്പെടുമെന്നറിയാം. നിങ്ങൾ ദൈവത്തെ എത്ര മഹത്വപ്പെടും, ദൈവത്തെ എല്ലാം ദൈവത്തിന് അറിയാം. ദൈവം ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചെന്നിരിക്കും. അത് നമുക്ക് അറിയേണ്ട കാര്യങ്ങളില്ല. ഇതൊക്കെ ദൈവത്തിന്റെ ഹിഡൻസ് അജണ്ടകളാണ്. അതിലേക്ക് നമ്മളൊന്നും ഒരുപാട് കൈകടത്തിയൊന്നും പോകേണ്ട കാര്യമില്ല. ഓരോ ദിവസവും നമ്മൾ വേറെ പ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമുക്ക് ആഗ്രഹിക്കുക. പോകട്ടെ, ഇവിടെ ഞാൻ അപ്പോൾ പൗലോസ് മരിച്ചു എന്ന് ചിന്തിച്ചു, വലിച്ചഴിച്ചു കൊണ്ട് ഒരു പട്ടണത്തിൽ പുറത്തിട്ടു. ഉടനെ ശിഷ്യന്മാരെല്ലാം കൂടെ വന്ന് കൂടി നിൽക്കുന്നു. അവിടെ വായിക്കുന്നു. ഞാനിത് വായിക്കുന്നത് ഇത് ശവോടക്കന്റെ കാര്യമാണോ ചിന്തിച്ചത്? ഇവരെല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങളുടെ പുള്ളിക്കാരൻ മരിച്ചുപോയി, അല്ലെ ഞങ്ങളുടെ മാസം മരിച്ചുപോയി. ഇത് ഇവർ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒന്ന് പോലീസിനെ വിളിക്കണം, ആംബുലൻസ് വേണം, എവിടെയെങ്കിലും ആശുപത്രി കൊണ്ടുപോയി ജീവനുണ്ടോ എന്ന് നോക്കണം, ഇല്ലേ പോസ്റ്റ്മോർട്ടം നടത്താൻ എവിടെയെങ്കിലും കുഴിച്ചിടണം. പക്ഷെ ഈ കൂടെ നിന്ന സഹോദരന്മാർ അതൊന്നും അല്ല ചെയ്തത്. അവർ ചുറ്റും വട്ടം നിന്നു പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അവിടെ എഴുതിയിട്ടുണ്ടെന്നേ, നിങ്ങൾ വേണമെങ്കിൽ ടൈം കിടന്ന് വായിച്ചു നോക്കിയ. അവർ ചുറ്റും കൂടി നിൽക്കുമ്പോൾ പൗലോസ് ചാടി എഴുന്നേറ്റു. നോക്കുക, ദേഹം മുഴുവനും കല്ലേറ് കൊണ്ട്, ചിലപ്പോൾ അസ്ഥികൾ പൊട്ടിക്കാണും, തലയോട്ടി പൊട്ടിക്കാണും, മാംസം പറഞ്ഞു വീണ് കാണും, സ്കിന്നെല്ലാം കംപ്ലൈന്റ് ആയി കാണും, ഏറുകൊണ്ട് പല്ല് പൊഴിഞ്ഞു കാണും. നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തെല്ലാം അപകടം. കാരണം മരിക്കത്തക്ക വീണം കല്ലെറിയണമെങ്കിൽ 1-2 കല്ലൊന്നുമല്ല, കൂർത്ത മൂർത്ത കല്ലുകളുമായി ജനം നിന്ന് കല്ലെറിഞ്ഞ് മരിച്ചു എന്ന് ചിന്തിച്ച് ഇട്ടിട്ട് പോയ ഈ ദൈവദാസൻ, ഹല്ലേലൂയ, കൂടെ നിന്ന് പ്രാർത്ഥിച്ച തൻ്റെ അനുയായികൾ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അനുഭവം ചിന്ത ഞാൻ പറയാം. അസ്ഥി എവിടെല്ലാം ഒടിഞ്ഞുണ്ടോ അവിടെ എല്ലാം ജോയിന്റ് ആയി. കാരണം വലിച്ചഴിച്ചപ്പോൾ വസ്ത്രമെല്ലാം കീറി നല്ല വസ്ത്രം ദൈവം നൽകി. ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും ബോൺ ഫ്രാക്ചറാണ്, അതെല്ലാം കൂടെ ഭേദമായി. പഴയ പൗലോസിനെ പോലെ അദ്ദേഹമായി മാറി. അങ്ങനെ അവിടെ എഴുതി. അല്ലാതെ ഓടി ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്തു, കുറെ നാൾ രോഗക്കട കിടന്നു, പിന്നെ പുതിയ സ്കിൻ വന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. അവിടെ നിന്ന് സുവിശേഷം നൽകി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഇവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നൊരു വാക്യമാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. ഇന്ന് ഈസി സഭയോടെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾ നിലനിൽക്കണം. എവിടെയാ? ഞങ്ങളുടെ PR ഒക്കെ കിട്ടി ഞങ്ങൾ ഇവിടെ നിലനിന്നുള്ള പാസ് എന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത്. എവിടെ നിങ്ങൾ താമസിച്ചോ ഒരു വിരോധം എനിക്കില്ല. ഇനി ഇവിടുന്ന് മറ്റു സ്ഥലം ഇവിടെ പൊയ്ക്കോ, അതും ഏറ്റവും നല്ല കാര്യം. പക്ഷേ എനിക്കൊരാഗ്രഹം, ദൈവാത്മാവിന്റെ ആഗ്രഹമുണ്ട്, നിങ്ങൾ വിശ്വാസം നിലനിൽക്കണം. അയ്യോ, ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതല്ലേ? ശരി തന്നെ. വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ? അതോ വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിൽ വന്നു പോയിട്ടുണ്ടോ? വിശ്വാസം താഴോട്ട് പോയിട്ടുണ്ടോ? കൊരിന്ത്യലേഖനം 2 എഴുതുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു,
നിങ്ങൾ വിശ്വാസം ഇരിക്കുന്നു എന്ന് നിങ്ങളെ ഒന്ന് പരിശോധിച്ചോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കണേ. ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട് അല്ലേ? അതിൽ ഏറ്റവും ബലപ്പെട്ട കാര്യമാണ് വിശ്വാസം ഇരിക്കുന്നുവോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ വിശ്വാസം ആണ് നമ്മളെ ദൈവത്തെ അടുപ്പിക്കുന്നത്. ഇബ്രാഹിം വാക്യം ഇങ്ങനെ ഉണ്ടല്ലോ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ അടുക്കൽ വരുന്ന ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നു പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പോൾ ദൈവത്തോട് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ സ്വത്രാഴ്ച ഇടുന്നോ, ശാവശ്യം കൊടുക്കുന്നോ, പള്ളി വരുന്നോ, അതൊക്കെ നല്ല കാര്യം ചെയ്തോണം കേട്ടോ. എത്രമാത്രം ചെയ്യാൻ അതെല്ലാം നന്നായി ചെയ്തോണം. ഏറ്റവും ദൈവം അടുപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസം, ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത് ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയമാണ്. ഈ ശിഷ്യന്മാർ വന്ന് കർത്താവോട് രണ്ട് കാര്യം ആവശ്യപ്പെട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന്, കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഇന്നും നമുക്ക് പലപ്പോഴും വേണ്ടത് പ്രാർത്ഥിക്കാൻ അറിയാമോ? ഞാൻ പറഞ്ഞ ദൈവം എനിക്കതറിയത്തില്ല. പിന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് പ്രാർത്ഥിക്കാനായിട്ട് നിയമിക്കും. രണ്ടാമത്തെ കാര്യം ഒരു കർത്താവോട് പറഞ്ഞത്, കർത്താവ് ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ച് നൽകണം. ഉടനെ കർത്താവ് പറഞ്ഞാടാ, നിങ്ങൾക്കൊരു കടുമണിയോളം വിശ്വാസം മതി, പക്ഷെ എത്തിയും വിടുതലായിരിക്കും. പക്ഷെ അതുപോലും ഇല്ലാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്താ? നമ്മുടെ ഹുമനയോസ് അലക്സാണ്ടറെ കുറിച്ച് തിമോത്തിയോസ് ലേഖനത്തിൽ വാക്യമുണ്ട്, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്നാണ്. ഞാന് മനസ്സിലാക്കിയപ്പോൾ ഒരു കപ്പൽ നിറച്ച് വിശ്വാസമുള്ളവരായിരുന്നു ഇവര്. ദൈവം ഓർക്കുക, കപ്പൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലൊരു ഒരു ബക്കറ്റ് പോലെ വല്ലതും ആണോ? അല്ല. ഒരു കപ്പലിൽ കൊള്ളാവുന്ന വിശ്വാസം ഉണ്ടായത് ഒരു കാലത്ത് ഇവർക്ക്. പക്ഷേ വിശ്വാസത്തെ കപ്പൽ തകർന്നു പോയി എഴുതിയിരിക്കുകയാണ്. എന്താ കാര്യം? എന്താ? എവിടെയോ ചില ഹോള് വന്നു, ഹോളിൽ കൂടെ അകത്ത് വെള്ളം കയറിയപ്പോൾ എന്നാ ചെയ്തു? കപ്പൽ താഴെ മുങ്ങാൻ തുടങ്ങി. അവർ കർത്താവിൽ നിന്ന് ദൈവത്തോട് അന്യപ്പെട്ടു പോയി. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം കുറയാതെ ഈ സൂക്ഷിച്ച് അടുത്ത വർഷത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുവാൻ ദൈവാത്മാവ് കൃപ നൽകട്ടെ. നിങ്ങളുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം? ആമേ. ബൈബിളിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ ഞാൻ ചുരുക്കം ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ച് ഞാൻ മുൻപോട്ട് പോയേക്കാം. നിങ്ങളുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം? നമ്മള് യൂദയുടെ ലേഖനം 20 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി എന്നൊരു പദം അവിടെ കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ വിശ്വാസം എന്താണ്? അതിവിശുദ്ധ വിശ്വാസം. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ട്, എന്റെയും നിങ്ങളുടെയും പെന്തക്കോസുകാരായി വിശ്വാസിയാകും നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിന്റെ പേരെന്താ? അതിവിശുദ്ധ വിശ്വാസം. ഹലോ, നമ്മുടെ ഉള്ളിൽ അതിവിശുദ്ധ വിശ്വാസം ഉണ്ടോ? ഉടനെ നമ്മൾ രക്ഷപ്പെട്ടെന്നേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് വേണം. നമ്മൾ കർത്താവോട് പറഞ്ഞു, കർത്താവ് വിശ്വാസം കുറവാണെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിച്ചതാണെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ വിശ്വാസം എങ്ങനെയാ വർദ്ധിക്കുന്നത്? എങ്ങനെയാ? റോമലേഖനത്തിൽ 10 വാക്യമുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തു വചനത്താലും വരുന്നു. അപ്പൊ ദൈവവചനം കേൾക്കുന്ന വിശ്വാസം വർദ്ധിക്കാനിടയാകുന്നത്. ഓരോ ദിവസവും ദൈവം നമ്മൾ പഠിക്കണം, കേൾക്കണം, ദൈവാസമല്ലം കേൾക്കണം. കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അനുഭവസ്ഥരായ ചില വ്യക്തിയുടെ അനുഭവസ്ഥ നമ്മൾ കേൾക്കണം. ആ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനിടയാകും. പ്രാർത്ഥന രോഗസൗഖ്യയുടെ ആടെയോ ഇല്ലെങ്കിൽ മരണത്തിൽ പിടിപ്പിച്ച ഒരു വിഷയമോ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ അത്ഭുത പ്രവർത്തികളോ നമ്മളൊന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനിടയാകും. അങ്ങനെ വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ പേരെന്താകും? അതിവിശുദ്ധ വിശ്വാസം. ഇനിയും ഈ പൗലോസ് കൃപയിൽ കൊണ്ട് ഒരുപാട് പേരിൽ ഒരു വ്യക്തിയാണ് നിജപുത്രനായ തീമത്തിയോസിനെ അഭിസംബോധന ചെയ്തിട്ട് പറയുന്നു, തീമത്തിയോസ് യവനക്കാരനാ, പ്രായമൊക്കെ കുറഞ്ഞവനാ, നിന്റെ വലിയമ്മ ലോബീസിലും നിന്റെ അമ്മ യൂനിക്കേനും ആ വിശ്വാസമുണ്ട്, നിന്നിലും ആ വിശ്വാസത്തിന്റെ പേരവിടെ പറയുന്ന നിർവ്യാജ വിശ്വാസം. ഹലോ, നമ്മുടെ വിശ്വാസത്തിന്റെ പേരെന്താ? ഒന്ന് യൂദയുടെ പുസ്തകം ഞാൻ പറഞ്ഞു, യൂദയുടെ പുസ്തകം നമ്മുടെ വിശ്വാസത്തിന്റെ പേര് സ്തോത്രം, അതിവിശുദ്ധ വിശ്വാസം. ഇവിടെ വായിക്കുന്നത് എന്ന് വെച്ചാൽ ആ വിശ്വാസം ഒരു കളങ്കവും ഇല്ലെന്നാ. നമ്മൾ പലപ്പോഴും വിശ്വാസിയാണെന്ന് വേണം തെളിയിച്ച് കാണിക്കാനായിട്ട് ആൾക്കാരുടെ മുമ്പിൽ എന്തെങ്കിലും കാണിക്കാൻ പറ്റും. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര കണ്ടയ്ക്കുക, പ്രാർത്ഥിക്കുക, പുറത്തു പോകുന്നത് ഒന്നുമില്ലാത്ത അവസ്ഥ, അതൊന്നുമല്ല.
ആമേൻ. നിർവ്യാജ വിശ്വാസം. ശിഷ്യന്മാരെ പലപ്പോഴും കർത്താവ് ശാസിക്കുന്നുണ്ട്. അല്പവിശ്വാസികളെ, എനിക്ക് 3.5 കൊല്ലം കൊണ്ട് നടന്നിട്ട് ഇവരെ വിശ്വാസം എന്ത് ചെയ്യും? പലപ്പോഴും ഒരിടത്തല്ല പല പ്രാവശ്യം കർത്താവരെ എന്ത് ചെയ്യാൻ, നമ്മുടെ ഭാഷയെ പറഞ്ഞ വഴക്ക് പറയുക. അല്പവിശ്വാസികൾ, നിങ്ങൾ എന്തിനു സംശയിച്ചു? എന്നാൽ ജാതികളായ ചില വിശ്വാസങ്ങൾ കർത്താവിനെ അത്ഭുതപ്പെടുത്തുന്ന വായിക്കുന്നുണ്ട്. ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്നു. അതിനെക്കുറിച്ച് നമുക്കറിയാം. അതിന്റെ അയ്യോ, ഇത്ര വലിയ വിശ്വാസം ഞങ്ങളുടെ ആൾക്കാരുടെ ഇടയിൽ പോലും ഇല്ല. പലപ്പോഴും ശ്രദ്ധിക്കുക, ജാതികളിൽ നിന്ന് തെറ്റിദ്ധരിക്കല്ലേ, നമ്മൾ പറയുന്ന നോർമൽ ക്രിസ്ത്യൻ പുറത്തുള്ള വ്യക്തികൾ വിശ്വാസത്തിൽ വരുമ്പോൾ അവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിശ്വാസമായിരിക്കും. അതുകൊണ്ട് അവർക്ക് ദൈവം ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്യാൻ തയ്യാറും. പക്ഷെ നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? ഇന്ന് രാത്രി നിങ്ങളൊന്ന് ചിന്തിക്കുക, ദൈവമേ, എന്റെ വിശ്വാസം എത്രയുണ്ട്? ഞാൻ വിശ്വാസി ആണോ? അല്പവിശ്വാസമാണോ? അതോ വിശ്വാസം ഞാൻ തികഞ്ഞവനാണോ? ഇല്ലേ, കർത്താവിന്റെ അടുക്കൽ രോഗസൗഖ്യത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. അതൊരു സഹോദരിയ പൗരണക്കാരി യവന സ്ത്രീ, അവിടെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ അടുക്ക വന്നത്. പക്ഷെ അവിടെ വിശ്വാസം കണ്ടപ്പോൾ കർത്താവിനെ അത്ഭുതപ്പെട്ടു പോയി. അതുപോലെ 12 വർഷക്കാലം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിന്റെ അടുക്ക തൊങ്ങലെ തൊട്ടു. അവളോടും പറയും, നിന്റെ വിശ്വാസത്തെ രക്ഷിച്ചിരിക്കുക. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ഓർമ്മപ്പെടുത്തോട്ടെ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയായിരിക്കണം. ഇനി വിശ്വാസത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കയറണം. നമ്മൾ എന്നും അങ്ങ് വിശ്വാസിയായിരിക്കാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തിന്റെ അടുത്ത പടി കയറണം. അത് ശിക്ഷത്വമാണ്. ശിക്ഷനായി മാറുന്ന കുറെ കാര്യം നമ്മൾ ചെയ്തിരിക്കണം. ഗുരുവിനെ പോലെ ആകാൻ ആഗ്രഹമുണ്ട്, കുരിശെടുത്ത് അനുഗമിക്കണം. പിന്നെ അപ്പനോ അമ്മയോ മക്കളോ സ്വന്തക്കാരോ ചർച്ചക്കാരോ നമ്മുടെ വിശ്വാസത്തിന് എതിരാണെങ്കിൽ അതിലേക്ക് അതിജീവിക്കും ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിശുമാരിലോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരണം എന്നൊക്കെ ബൈബിളിനകത്ത് എഴുതിയിരിക്കുകയാണ്. നമ്മൾ ശിഷ്യത്തിലേക്ക് വരണം. ഇന്ന് ഈ സഭയിലുള്ള വിശ്വാസികളോട് ദൈവദാസനാകുന്ന ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുക, നിങ്ങൾ എന്നും ഒരു ചെറിയ വിശ്വാസിയായിട്ട് മാത്രം ഇരിക്കരുത്. ശിഷ്യത്വത്തിലേക്ക് വരണം, ഡിസൈപ്പിൾഷിപ്പിലേക്ക് വരണം. അവിടെ ഒന്നും അങ്ങനെ ഇരിക്കാനല്ല. അടുത്ത പടി നമ്മൾ വളരാൻ ആരംഭിക്കണം. ഞാൻ അനാലിസ് ചെയ്ത് മനസ്സിലാക്കിയോ, 90% സഭയിലെ ആൾക്കാർ വിശ്വാസികളാണ്. വെറും കുറച്ച് രക്ഷിക്കപ്പെട്ട കാലം അന്നത്തെ വിശ്വാസം ഇന്നത്തെ വിശ്വാസം ഒരു പുരോഗമനം അവർക്കില്ല. ശിഷ്യത്തിലേക്ക് അവർ വന്നിട്ടുണ്ടോ? ഇല്ല. അടുത്ത പടിയിലേക്ക് നമ്മൾ കയറണം. ഒരു വിശുദ്ധൻ എന്ന പദവിയിലേക്ക് നമ്മൾ കയറണം. പ്രിയമുള്ളവരെ, കർത്താവ് കൊണ്ടുപോകാൻ പോകുന്ന ആരെയാ? ഈ സാധാ ഒരു അല്പവിശ്വാസം കൊണ്ട് നടക്കുന്നതൊന്നും കർത്താവ് കൊണ്ടുപോകുമോ? എനിക്കറിയില്ല. ഞാൻ പഠിച്ചണൊക്കെ കർത്താവ് ചേർക്കാൻ വരുന്ന ആരാ? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും എന്നെ പോലെ വിശുദ്ധരായിരിക്കും. സാങ്ക്ടിഫിക്കേഷൻ. ഓരോ ദിവസവും യേശുവിന്റെ ചോരയാൽ കഴിവുകൾ പ്രാപിക്കണം. വചനത്തിൽ കൂടെ ഉള്ള കഴിവുകൾ പ്രാപിക്കണം. അതുകൊണ്ടാണ് കർത്താവ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. അശുദ്ധിയുള്ള ഒരു മണ്ണ് കൂടാരമാണ് നമുക്കുള്ളത്. ഇത് ഭയങ്കര പ്രശ്നക്കാരനാ. ഏതാ? 3 ശത്രുക്കളെ നമുക്കറിയാം അല്ലേ? ലോകം, ജഡം, പിശാച്. ഈ പിശാച് എല്ലാവരും ഭയങ്കര, അയ്യോ പിശാച് ഇതിലേ വരുന്നു, ഇതിലേ വരുന്നു. സന്ധ്യയ്ക്ക് വാതിലടച്ചോണേ, പിശാച് കയറി വരും. യാക്കോബ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനൊന്ന് എതിർത്ത് അവൻ നിങ്ങളെ ഓടിക്കോളും. പിശാചിനോട് യേശുവിനെ നാമം പറഞ്ഞാൽ അവൻ ഓടിക്കോളും. പക്ഷെ ജഡത്തോട് പറഞ്ഞത് കേൾക്കുകയല്ല. ജഡം ഭയങ്കര കുഴപ്പക്കാരനാണ്. ഞാൻ പഠിച്ചത്, എനിക്ക് മനസ്സിലായത്, നമ്മുടെ ജഡമാണ് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന് തടസ്സം. ഈ ജഡത്തിൽ കുറെ രാഗമോഹങ്ങൾ കിടപ്പുണ്ട്. എല്ലാ വ്യക്തിയും ഉണ്ടെന്നേ. എന്റെ ഇച്ഛയായിരിക്കത്തില്ല പ്രേംകുമാർ പാസ്റ്റർക്ക്, അതുപോലെയല്ല ഞാൻ സാമ്പ്രദനെ ഞാൻ കാണുന്നുണ്ട്. എന്റെ ചിന്തയോ ആഗ്രഹമായിരിക്കും നിങ്ങൾക്കുള്ളത്. നമ്മുടെ ജഡം ഭയങ്കര പ്രശ്നക്കാരനാണ്. എനിക്ക് പൗലോസ് അത് പറഞ്ഞൊരു വാക്യം ഭയങ്കര ഇഷ്ടമാണ്. ഗലാത്യർ 2:20. ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് എന്ത് ചെയ്യും? അടിമയാക്കും. അങ്ങോട്ട് അരുതാത്ത ചെയ്യുമ്പോൾ കൈയോടെ ചെയ്തു പോയേക്കരുത്. സ്തോത്രം. നമ്മുടെ ജഡം ഭയങ്കര ശത്രുവാണ്. അതുകൊണ്ട് ജഡമില്ലാതെ എന്നാ നിന്നെ കണ്ടിച്ചാൻ കളഞ്ഞേക്കാം. പിന്നെ കണ്ടിക്കാനായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ആരും അനുസരിച്ചിട്ടുമില്ല. നിന്റെ കണ്ണ് ഇളച്ചു വരുന്നത് എന്നാ ചെയ്യണം? ഞാൻ ഇത്രയും നാളുള്ള ആത്മീയ ജീവിതത്തിൽ ആരെങ്കിലും കണ്ണു ചുവന്നെടുത്ത് കളഞ്ഞ് എന്തിനാ സഹോദര കണ്ടില്ല? അതെ, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടോ? ബൈബിളിനകത്തുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഗിരിപ്രഭാഷണമൊക്കെ ഒന്ന് വായിക്കണേ. കണ്ണു ആരെങ്കിലും നിങ്ങൾ കണ്ടു, നിങ്ങളുണ്ട് എന്നൊന്ന് പറഞ്ഞു തരണേ. ഇതുപോലെ കൈയിടർച്ച വരുത്തിയാൽ, ഒറ്റക്കയ്യനായി സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ
പോകുന്ന നല്ലത് ഇരട്ട കൈയുള്ളവനായി, അല്ലെ ഇരട്ട കാലുള്ള നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതെന്ന്. പക്ഷെ സ്വർഗത്തിൽ ഒറ്റക്കാലന്മാരെ ഇവിടെ കാണുകയില്ല. അത് വേറെ വശം. അംഗവൈകല്യം ഒന്നും ഉടനെ അവിടെ ഉണ്ടാകുകയില്ല. ചെകിടനും മുടന്തനും കുരുടനും കൂനനും പൂക്കണ്ണനും ഒന്നും അവിടെ ഉണ്ടാകുകയില്ല. വയസ്സെന്നവരും അവിടെ കാണുകയില്ല. നല്ല കൊഴുത്ത് തടിച്ച യൗവനക്കാരായ യുവാന്തര ശരീരം പ്രാപിച്ചവരെ എവിടെ കാണുന്നത്? സ്വർഗത്തിൽ കാണുന്നത്. അവരാ തന്നെ ഇന്ന് അവിടെ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രായം കൂടി വെച്ചൊന്ന് ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ദൈവം നമ്മളെ എന്ത് ചെയ്യും? പുതിയ ശരീരം തന്ന് ആ നിത്യത്തിലേക്ക് ചേർക്കുമ്പോൾ നിത്യത മുഴുവൻ നമുക്ക് ദൈവത്തോട് വസിക്കാൻ അവസരം നൽകുന്നവർക്ക് ദൈവം സ്തോത്രം ചെയ്യുക. ഞാൻ ഓർപ്പിച്ചത് വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ നിലനിൽക്കേണ്ട 7 പ്രധാന കാര്യങ്ങളുണ്ട്. 7 പ്രധാന കാര്യങ്ങൾ നിലനിൽക്കണം. ഞാൻ തൊട്ടങ്ങ് വിട്ടേക്കാം, എല്ലാം എനിക്ക് വിവരിക്കാൻ ടൈമില്ല. നമ്മൾ നിലനിൽക്കേണ്ട ഏറ്റവും പ്രധാനമായ 7 കാര്യങ്ങൾ. ഒന്ന്, വചനത്തിൽ നമ്മൾ നിലനിൽക്കണം എഴുതിയിട്ടുണ്ട്. റെഫറൻസ് ഹല്ലേലൂയ. നമ്മൾ യോഹന്നാന്റെ 8:31 തൽ വിശ്വസിച്ച യഹൂദന്മാരോട് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ വാസ്തവമായ ശിഷ്യന്മാരാകും. ദൈവമക്കളെ, നമ്മുടെ നിലനിൽപ്പ് ദൈവവചനത്തിലായിരിക്കണം. ഇപ്പോൾ ഒരുപാട് ദുരുപദേശങ്ങൾ വന്നുകൊണ്ടുള്ള കാലയളവാണ്. വളരെ ചിന്തിച്ചോണം കേട്ടോ. ഏത് ഉപദേശം ശരി എന്ന് പലപ്പോഴും നമുക്കും അറിയത്തില്ല. നമ്മളിങ്ങനെ അതാണോ ശരി, ഇതാണോ ശരി, ഇന്നാര് പറഞ്ഞാണോ ശരി, അതുകൊണ്ട് ദൈവഹിതമില്ലാത്ത ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നതിന് അറിയും ദൈവം. കാരണം ഇന്നൊരു ഉപദേശം കൊണ്ട് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കണം. ദുരുപദേശം നമ്മൾ കുടുങ്ങരുത്. വചനത്തിൽ നിലനിൽക്കണം. ഒന്ന്, നമ്മൾ വിശ്വാസം നിലനിൽക്കണമെന്ന് പൗലോസ് ഞാൻ കുറിവാക്യത്തിൽ ഓർപ്പിച്ചു. 2, വചനത്തിൽ നമ്മൾ നിൽക്കണം. മൂന്നാമതൊരു കാര്യമുണ്ട്. കൊലോസ്യർ 2:5 ആണ്, കൂട്ടായ്മയിൽ നിലനിൽക്കണം. എവിടെ നിൽക്കണം? നമുക്കൊരു കൂട്ടായ്മ, ഫെലോഷിപ്പ് ദൈവം തന്നിട്ടുണ്ട്. കൂട്ടായ്മ നമ്മൾ അവഗണിക്കാൻ പാടില്ല. ഇന്ന് പല പുള്ളികളും കൂട്ടായ്മ എത്തുന്നത് അവർക്ക് വലിയ സാരമില്ലെന്ന്. അവർക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ, ജോലി, വേല, അങ്ങനെ ഇങ്ങനെ പോവുകയാണ്. നിങ്ങൾ ഏതടിസ്ഥാനമുള്ള ഫണ്ടമെന്റൽ ഡോക്ട്രിൻ ഉള്ള ഒരു സഭയിൽ നമ്മൾ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പലരോട് ചോദിച്ചത്, ഞാൻ പലരോട് ചോദിച്ചു, അവർക്ക് അറിയത്തേ ഇല്ല. മനസാന്തരം, വിശ്വാസജ്ഞാനം, പരിശുദ്ധാഭിഷേകം, അപ്പോസ്തലിക ഉപദേശം, കൂട്ടായ്മ, ഫെലോഷിപ്പ്, പിന്നെ അപ്പം നോക്കുക പ്രാർത്ഥന. ഈ അടിസ്ഥാനത്തിലെ ദൈവമക്കളുടെ നിലനിൽപ്പ്, സഭയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ ദൈവമക്കൾ നിലനിൽക്കാൻ ഒക്കുകയില്ല. ഈ കൂട്ടായ്മയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ നിങ്ങളിപ്പം ഏതാണ്ട് 28 പാർട്ടിസിപ്പന്റ് ഞാൻ ഇതിൽ കാണുന്നു. 28 പേരല്ല, 22 വീട്ടുകാരല്ല അതിൽ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ 22 പേര് കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ സഭയിലുള്ള വിശ്വാസികളെ നമ്മൾ അന്യോന്യം പ്രാർത്ഥനയുടെ ഇറങ്ങി കൊടുക്കണം. ശനിയാഴ്ച ഞാൻ വെള്ളിയാഴ്ച ദൈവാത്മാവ് എനിക്കൊരു ദൂത് തന്നു. അന്ന് ഉപസിക്കുന്ന പലരുമുണ്ട്. പൂർണ്ണമായിട്ടും ഭാഗ്യവട്ടൊക്കെ ഉപസിച്ച് വരികയാണ്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ശനിയാഴ്ച നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഒരാവശ്യം വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു വ്യക്തിയോ, ഒരു കുടുംബത്തെയോ, ഒരു വിഷയത്തെയോ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന വിഷയത്തിന് വേണ്ടി ശനിയാഴ്ച പ്രാർത്ഥിക്കണം. അങ്ങനെ സഭയാഴ്ചയില് ശനിയാഴ്ച കൂടി വന്നു. അവരവരെ ആവശ്യം, അത് അതിനു മുമ്പേ അവരുടെ കാര്യമായിരിക്കും, മക്കളുടെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ആയിരിക്കും, അതൊക്കെ പ്രാർത്ഥിച്ചവര്. ശനിയാഴ്ച പ്രാർത്ഥിച്ചത് അത് പരസ്യമായിട്ട് പറയണമെന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് ഏത് കുടുംബത്തെക്കുറിച്ചോ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചോ പ്രാർത്ഥിക്കാൻ ദൈവാത്മാവെ പ്രേരിപ്പിച്ചാൽ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ സഭ ഒന്നടങ്കം ഓരോരുത്തരും അവരുള്ളിൽ നൽകിയ ആ വിഷയത്തെ ദൈവം. ഞാനും ഒരു കുടുംബത്തെ, ഒരു പിന്മാറിപ്പോയ കുടുംബത്തെ, എനിക്ക് ഒരുപാട് ദുഃഖമുള്ള ഒരു കുടുംബത്തെ, അപ്പോൾ ഞാനിത് പ്രാർത്ഥിക്കുന്ന മുമ്പ് ഞാൻ ഇന്ന കുടുംബത്തെ, ഞാനും ആ കുടുംബത്തെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി ആരൊക്കെ ആ കുടുംബത്തിനോട് പ്രാർത്ഥിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ദൈവമക്കൾ ഒരു കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിജയമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു കൂട്ടായ്മ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുമോ? ഇപ്പം ഈ സഭയിൽ 100 വ്യക്തികളുണ്ടെന്ന് ചിന്തിക്കുക. എക്സാം ഞാൻ ഓർപ്പിക്കുക. ദൈവദാസന ജോലി എന്തോന്നാ? വീട്ടിലിരുന്ന് സുഖമായിട്ട് നല്ല ചിക്കനും പൊറോട്ടയും അടിച്ച് നല്ല ബിരിയാണിയും കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി പിള്ളേരെയും പഠിപ്പിച്ച്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ദൈവദാസൻ കുറഞ്ഞ് 2 നേരമെങ്കിലും ദൈവമേ, ജിജോ ബ്രദറിന്റെ കുടുംബം, വൈഭ 3 മക്കൾ, സാം ബ്രദറിന്റെ കുടുംബം, ഭാര്യ, എനിക്ക് അറിയാവുന്ന 2 പെൺമക്കൾ, പിന്നെ അജി ബ്രദർ അടയ്ക്കോ ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെയൊക്കെ വ്യക്തികളെ എന്ത് ചെയ്യുക? മധ്യസ്ഥയാണ് വെച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നമുക്കൊരു ചുറ്റും വലയമാന്നേ, ഒരു പ്രൊട്ടക്ഷനാണ്.
സ്തോത്രം. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ നിങ്ങളുടെ ഒരു കടപ്പാട് നിങ്ങളുടെ കൂട്ടായ്മയിലുള്ളവരെ എന്ത് ചെയ്യണം? പ്രാർത്ഥനയോടെ നിങ്ങൾ ഓർത്തോണം. അത് ഭയങ്കര വിജയം. ഒരു ശത്രു ഏതെങ്കിലും അറ്റാക്ക് അവരുടെ ജീവിതത്തിൽ ഒരു അപകടമാകട്ടെ, ഒരു പ്രശ്നമാകട്ടെ, ഒരു ആക്സിഡന്റ് ആകട്ടെ, മറകരോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റു. അപ്പൊ പെട്ടെന്ന് നമുക്കറിയാം, ചില ദിവസം എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥന കൂട്ടോടെ ഒരു വ്യക്തിയെ പെട്ടെന്ന്, ചിലപ്പം നമ്മുടെ സഭയിലായിരിക്കുന്നത്, ദൂരെ ആയിരിക്കാം, നമ്മൾ പരിചയപ്പെട്ട വ്യക്തിയായിരിക്കാം, ആ വ്യക്തിയെ പ്രാർത്ഥിക്കാൻ ഭയങ്കര ആത്മഭാരവും. നിങ്ങൾക്ക് ഉണ്ടോ? വല്ല ആത്മഭാരവും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ വ്യക്തികളെ ഓർത്ത് മധ്യസ്ഥയാണ് അയക്കണം. ആ വ്യക്തിക്കെതിരെ ശത്രു എൻ്റെ ഞാൻ ഓർപ്പിക്കാം. ഒരിക്കൽ എന്നെ ഒരു വ്യക്തി തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ രാവിലെ എഴുന്നേറ്റ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഭയങ്കര ആത്മഭാരം. ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു ഭയങ്കര സന്തോഷം. അന്ന് ഞാൻ എൻ്റെ കാർ ഒന്ന് വാഷ് ചെയ്യാൻ പറഞ്ഞു. വാഷ് ചെയ്ത് ചോപ്പ് ഇട്ട് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സ്ലിപ്പ് ചെയ്തായിരുന്നു. ഒന്നും പറ്റിയില്ല. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ആ സഹോദരൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കൈ പൊടിഞ്ഞ് കാല് പൊടിഞ്ഞ് തലയും പൊടി ഞാൻ അവിടെ കിടക്കേണ്ടതാണ്. സ്ലിപ്പ് ചെയ്ത് കാലം പോയത്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇതുപോലെ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു നന്ദകുമാർ എന്ന് പറയുന്ന സഹോദരൻ എന്നെ കൊച്ചുകൊടുപ്പാങ്കാലത്ത് വിളിക്കുക. ഞാൻ അതിരാവിലെ, പാസ്റ്ററെ കഴിഞ്ഞ രാത്രി ദൈവാത്മാ എന്നോട് പറഞ്ഞു പാസ്റ്റർ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ച് ഒരുപാട് നന്ദി പറഞ്ഞു. എന്താ വിഷയമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, കൂട്ടായ്മ ബന്ധത്തിൽ നമ്മൾ നിലനിൽക്കണം. അപ്പോൾ ഏതിലൊക്കെ നിലനിൽക്കണം? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന്, വിശ്വാസം നിലനിൽക്കണം, വചനത്തിൽ നിലനിൽക്കണം, കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽക്കണം, പിന്നെ സത്യത്തിൽ നിലനിൽക്കുന്ന ഒരു വാക്യമുണ്ട്, സത്യത്തിൽ നിലനിൽക്കണം. പ്രൈസ് ഗോഡ്. 2 പത്രോസ് 1:12 അത് ഞാൻ എടുത്ത് വായിക്കാൻ താല്പര്യം. സത്യത്തിൽ നിലനിൽക്കണം. അടുത്തത് ആക്ട് 11:21 കർത്താവിനോട് ചേർന്ന് നിന്നൊരു വാക്യമുണ്ട്, കർത്താവിനോട് ചേർന്ന് നിലനിൽക്കണം. പിന്നെ കൃപയിൽ നമ്മൾ നിലനിൽക്കണം. പിന്നെ ഏക ആത്മാവിൽ നമ്മൾ നിലനിൽക്കും. ഇങ്ങനെ 7 കാര്യത്തിൽ നിലനിൽക്കാനായിട്ട് ദൈവാസൻ അല്ലെങ്കിൽ ദൈവ വചനത്തെ നമ്മളെ പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ വിശ്വാസം നിലനിൽക്കുക. വിശ്വാസത്തിൽ നിലനിൽത്താ കുഴപ്പം നമ്മൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. ഓർപ്പിക്കട്ടെ, അടുത്ത വാക്യം എന്താണെന്നറിയാമോ? നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. ഇന്നത്തെ ന്യൂജൻ ചർച്ച മുഴുവനും പറയുന്നത് ദൈവാത് വന്ന പിന്നെ ഒരു പ്രശ്നവുമില്ല, രോഗമില്ല, കഷ്ടമില്ല, പിന്നെ പട്ടിണിയില്ല, ബുദ്ധിമുട്ടില്ല, സൈക്കിൾ വരുന്നവൻ സ്കൂട്ടർ പോകും, സ്കൂട്ടർ വരുന്നവൻ കാറേ പോകും, മാരുതി 800 വരുന്നവൻ എൻ്റെ BMW പോകും എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു പഠനം ഈ ഭൂമി നടക്കുക. ഇത് ആരെ പഠനമാണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷ എന്ന സാത്താന്റെ പരീക്ഷയായി. നീ ഒന്ന് വീണ് നമുക്ക് ഇതെല്ലാം നിന്റേതാണ്. നമ്മളൊക്കെ ആണെങ്കിൽ 1 അല്ല 4 പ്രാവശ്യം കുമ്പിടാന്ന് പറയും. ഇതെല്ലാം കിട്ടാൻ പോകുകയല്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ പല ഉപദേശങ്ങളും നമ്മളെ ഭൗതികത്തിലേക്ക് നടത്തുന്നതാണ്. അതുകൊണ്ട് കഷ്ടത പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. കഷ്ടത ഉണ്ടെന്നാ കർത്താവ് പഠിപ്പിച്ചത് അല്ലേ? നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെട്ടോണം, ഞാൻ ഇതിനെ ജയിച്ചവനാണ്. ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കഷ്ടത ഇങ്ങോട്ട് കയറി വന്നിരിക്കും. നമ്മൾ ബൈബിളിനകത്തുള്ള വിശുദ്ധന്മാരെയൊക്കെ നോക്കിയാട്ട്, യോബ്, ഇതുപോലെ പത്രോസ്, പൗലോസ്, യോസഫ്, ഇങ്ങനെയുള്ള എല്ലാവരും ഒന്ന് പഠിച്ചു നോക്കിക്കോ. കഷ്ടതഫലം ഉണ്ടോ നമ്മൾ ചോദിച്ചാൽ കഷ്ടതയുടെ നീണ്ട അനുഭവം അവരുടെ ജീവിതത്തിൽ പറയാനായിട്ട് കഴിയും. പക്ഷെ കഷ്ടത തകർന്നില്ല, അവർ വിജയിച്ചു. കാരണം എന്താ? കർത്താവ് അവരെ കൂടെ ഇരുന്നു. ആ കഷ്ടതയിൽ അവർ മുടിഞ്ഞു പോകാതെ, അതുകൊണ്ട് വ്യാപാര ദിവസം ഞാൻ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. ഇന്ന് പകലൊന്ന് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാമോ? കഷ്ടത വന്നപ്പോൾ നമ്മൾ മുടിഞ്ഞു പോകാൻ ശത്രു പദ്ധതി കിട്ടുമെങ്കിലും നമ്മൾ മുടിയാതൊരു ദൈവത്തെ വലിയ കൃപയാണ്. അപ്പോൾ അനവധി ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകും. ഈ കഷ്ടത എന്തിന്? ഒരു ദൈവന കഷ്ടത. ഇപ്പൊ രോഗം വന്നാൽ നമുക്ക് കഷ്ടതയാ. സാമ്പത്തികമില്ലായ്മ, പെട്ടെന്ന് നിങ്ങളുടെ ജോലി അങ്ങ് പോയി, വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായി, അത് കഷ്ടതയാണ്. സാമ്പത്തിക കഷ്ടമാകും, മാനസിക കഷ്ടമാകും, ഇല്ലാത്ത എല്ലാം പ്രതികൂലമാകും. പക്ഷെ ഇതിന് പുറകിൽ ദൈവ പദ്ധതിയുണ്ട്. ഈ കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത സിദ്ധത, സിദ്ധ പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ ദൈവം സന്തോഷിക്കുന്ന ഒരു വാക്യമുണ്ട്. ഉണ്ടോ? ഹലോ, ആ വാക്യം ഉണ്ടോ ബൈബിളിനകത്ത്? കഷ്ടങ്ങളിൽ സന്തോഷിക്കണമെന്ന്. ഞാനിപ്പോ ഈ സഭയോട് പറയാം, നിങ്ങളെല്ലാം കഷ്ടത്തിൽ പാസക്ക് വരെ പണിയൊന്നുമില്ല, പാസക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഏതായാലും അത്ര ജീവിക്കാനും പിള്ളേരൊക്കെ നല്ല, പാസക്ക് ഒരു പ്രശ്നവുമില്ല, പാസക്ക് ദൂരം മതി പോയാൽ. ഞങ്ങളുടെ കാര്യം അങ്ങനെയൊന്നും അല്ല, ഇനി പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യം ചെയ്യണം, കഷ്ടത ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ കഷ്ടത ഇല്ലാത്തൊരു സ്ഥലം വരാൻ പോകുക, നാട് വരാൻ പോകുകയാണ്. വെളിപ്പാട് പുസ്തകം അവസാന അധ്യായം ഇനി കഷ്ടതയില്ല, കണ്ണുനീരില്ല. പിന്നെ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും അധികം പോകുന്നില്ല. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു നല്ല നാളെ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കഷ്ടത, ഒരു പക്ഷേ ജോലി സ്ഥാനത്താകാം, നിങ്ങളുടെ സൂപ്പർവൈസറിനാകാം. ഇപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയൊരു സൗകര്യം വന്ന് പറയും, പാസേ പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്റെ സൂപ്പർവൈസർ ലേഡിയുണ്ട്, എനിക്ക് ഒരു സമാധാനം തരികയില്ല. ജോലി എടുക്കാൻ പോകും ഇവിടെ ഇങ്ങനല്ല, പെരിന എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, അവരെ ശപിക്കരുത്. അയ്യോ അവൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ എന്ന് മിണ്ടാതെ. ലീല എന്നാ സൗകര്യ പേര്. ആ ലീല എന്ന് പറയുന്ന സൗകര്യം നീ എന്ത് ചെയ്യണം? ഇനിയും അവരെ കൈയൊന്നും ഉയർത്തില്ല, കാണാതെ കൈ കൊണ്ട് കർത്താവേ ലീല ഞങ്ങൾ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. ഇപ്പൊ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഇത് കേൾക്കുന്നില്ല കേട്ടോ. ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു, അയ്യോ ഞാൻ 2 ദിവസം എടുത്ത് ലീവ് എടുത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്കിരുന്നു. ശമ്പളം കിട്ടിയാലേ, പെർമനന്റ് ജോലിയാൽ ടെമ്പററി ജോലിയാ. ഒരു ദിവസം പോലെ അന്ന് കാശില്ല. പിറ്റേ ദിവസം പറയാം, പാസ്റ്റർ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ തരും. ഞാൻ പറഞ്ഞു, ആരിടാനാ? അതെ, ഞങ്ങളുടെ അവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് അവര് ഒരു പ്രൊമോഷൻ കിട്ടിപ്പോയി, അവർക്ക് ഒരു എന്ത് ചെയ്യാ, ഒരു ഗിഫ്റ്റ് എനിക്ക് തരണമെന്ന് തോന്നി. അതിന് പൈസ പാസ് കിട്ടുന്നേ. ഞാൻ പിറ്റേന്ന് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് വന്നിരിക്കുക. അവർക്ക് കൊടുക്കാനുള്ളതാ, എങ്കിലും എന്റെ അക്കൗണ്ടിലേക്ക്, അവർക്ക് വാട്സപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ അക്കൗണ്ടിലാണ് വന്നത്. ഞാൻ ഓർപ്പിച്ചത്, കഷ്ടത ജീവിതത്തിന്മേലുണ്ട്, അനവധി കഷ്ടങ്ങൾ കൂടെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മ, അനവധി കഷ്ടങ്ങളിൽ കൂടെ ഒരുപക്ഷെ ഇന്ന് വരെ നിങ്ങൾ സഹിച്ച കഷ്ടം, അയ്യോ സഹിക്കാൻ പറ്റിയേലേ എന്നൊക്കെ പറഞ്ഞ് പോയി കാണും. പക്ഷേ നാളെ വന്ന കഷ്ടം എന്താണെന്ന് അറിയത്തില്ല അല്ലേ? ദൈവാസന്മാർക്ക് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ സാന്ദ്രത്തോടെ ആരാധിക്കാൻ പറ്റാത്ത കാലം, 10 പേര് വന്ന് നമ്മളെ അടിച്ചു പിടിച്ചാൽ നമ്മുടെ ആരാധന സ്ഥലം തല്ലിപ്പൊളിച്ചു പോകാവുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം വർദ്ധിച്ച് വരികയാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിക്ക് പീഡനം നടക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞു. കേരളത്തിൽ തുടക്കം കഴിച്ചു. കഴിഞ്ഞ ദിവസങ്ങളെ അവിടെയായി ഭയങ്കര പ്രശ്നമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ അന്യോന്യം പ്രാർത്ഥനയോടെ കിടന്ന് ഓർക്കുക, അനവധി കഷ്ടങ്ങളിൽ കൂടെ നമ്മൾ എങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പോകുക? അങ്ങ് കർത്താവിന്റെ അടുക്കലേക്ക്. നിങ്ങൾക്ക് വല്ല സന്തോഷമുണ്ടോ? അതോ 10, 90, 100 വർഷം കൂടുതൽ ജീവിച്ചിരുന്ന കുറച്ച് തിന്നു കുടിച്ച് മക്കളെയും കണ്ട് അതിന്റെ മക്കളെയും കണ്ട് ഒക്കെ പോകണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ഓക്കെ, നല്ല കാര്യം. എന്നാൽ കഴിഞ്ഞ ദിവസം ദൈവാൽ വന്നൊരു വചനം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. യെശയ്യാ 59:21. നിന്നിലുള്ള എൻ്റെ ആത്മാവും ഞാൻ നിന്റെ ഹൃദയത്തിൽ തന്ന ദൈവത്തിന്റെ വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ മക്കളുടെ വായിൽ നിന്നും അതര മക്കളുടെ നായിൽ നീങ്ങിപ്പോകരുത്. ഒരു നമ്മുടെ പഠന വിഷയം, പ്രഭാഷണ വിഷയം അതായിരുന്നു. നിങ്ങൾ സമയം വായിച്ചാൽ മതി. യെശയ്യാ 59:21. നിന്നിലുള്ള ദൈവത്തിന്റെ ആത്മാവും നിന്റെ വായിൽ നിന്ന ദൈവത്തിന്റെ വചനവും നിന്നിൽ നിന്നും നിന്റെ സന്തതിയിൽ നിന്നും സന്തതിയുടെ സ്ഥലം നീങ്ങിപ്പോകരുത്. അപ്പൊ നമ്മിൽ ദൈവം 2 കാര്യം തന്നിട്ടുണ്ട്. ഒന്നൊരു ആത്മാവിനെ തന്നിട്ടുണ്ട്. ഈ പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ സന്തോഷത്തോടെ പോകുന്നത്? എങ്ങനെയാ? നമ്മൾ പാട്ട് പാടാറുണ്ട്, കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ നീയൻ. അറിയാമല്ലേ? അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. എന്റെ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ കഷ്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? പതറാൻ പാടില്ല. കഷ്ടത എന്തിനാ? നന്മയ്ക്ക് വേണ്ടിയാക്കി തീർക്കാൻ. കഷ്ടത ഉണ്ടെങ്കിലേ കിരീടമുള്ളന്നേ. കഷ്ടം സഹിച്ചാൽ കൂടെ വാഴാം എന്ന് ദൈവത്തിന്റെ വചനമാണ്. സഹിച്ചാൽ കൂടെ വാഴാം. ഏതാ സഹിക്കുന്നത്? കഷ്ടതയാ. അതുകൊണ്ട് കഷ്ടം നേരെ പിറുപിറുക്കരുത്. കഷ്ടം വരുമ്പോൾ വിശ്വാസത്തിൽ പോകരുത്. കഷ്ടം വരുമ്പോൾ ദൈവത്തോട് അവിശ്വാസം പറയരുത്. കർത്താവിന് എന്ത് കഷ്ടം സഹിക്കാനുള്ള കൃപ തന്നേക്കണം. ഇതാണ് ആവശ്യം. ഇത് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടതയില്ലേ? സാധാ കഷ്ടതയാണോ? നിങ്ങൾ ചിന്തിച്ചാട്ട് പൗലോസ് ജീവിതത്തെ കഷ്ടത എന്താ? സാത്താന്റെ ദൂതന്റെ കയ്യിൽ എന്ത് കുത്തം കൊണ്ട് കൊടുത്തു. എത്ര പേരുണ്ടെന്ന് എനിക്ക് 10 പേരുണ്ടെങ്കിൽ ചിന്തിച്ചു. 10 പേരും വളഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുക. ആരെയാ? പൗലോസിനെ. എന്തിനാ? 3 പ്രാവശ്യം കർത്താവേ നിർത്തണം, സോപ്പിടണം, മാറ്റണം. അതാ വേണ്ട അവിടെ ഇരുന്നോട്ടെ. നീയേ ഒരുപാട് ദൈവപ്രാവശ്യം നിഗളിക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് നമ്മുടെ ഭാവി അറിയാമല്ലേ? എത്രയോ ദൈവം നിഗളിച്ചിട്ട് ശാപത്തിൽ പോയിട്ടുണ്ട്. ദൈവം ഒരാൾക്ക് കൃപ കൊടുത്തു, ഭൂതങ്ങളെ പുറത്തായി, രോഗിയെ നോക്കിയായി, പ്രവചനം എല്ലാം ചെയ്തു. കുറെ കഴിയുമ്പോൾ ആത്മീയതകൾ അങ്ങോട്ട് കയറി നേറിയിട്ട് വിശ്വാസത്തിൽ ഇന്ന് അനേകരില്ല.
ആ കോടതി അവരെ കാണാനില്ല, കാര്യം ഇത് അവർ പോയി. ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിഗളിച്ചു പോകാതിരിപ്പാൻ ദൈവം സാത്താന്റെ ദൂതന്മാരെ കുത്താൻ ഏൽപ്പിച്ചതാ വൈകിയ. എവിടെല്ലാം കുത്തി കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ ചിന്ത കണ്ണി കുത്തി കാണും. അതുകൊണ്ടാണ് അവസാന കാലത്ത് കണ്ണ് കാഴ്ചപ്പാടില്ലാത്ത പറയപ്പെടുന്നത്. ഒരുപാട് രോഗം കയറി വന്നു. അത് സാത്താന്റെ ദൂതന്മാരെ കുത്തിയതാ. പ്രാർത്ഥിച്ചു നോക്കി. ദൈവം പറഞ്ഞ എന്തോന്നാ, എന്റെ കൃപ മതി, എന്റെ കൃപ മതി. കൃപയുണ്ടോ പ്രിയമുള്ള ഇതിൽ നമുക്ക് ജയിക്കാനായിട്ട് കഴിയും. കൃപ നഷ്ടപ്പെടുത്താതിരിക്കുക. സമയം കഴിയാറായോ? ഒരാളൊന്ന് പറഞ്ഞാട്ട് ടൈം ഒന്ന് പറഞ്ഞു. ഞാനിപ്പം എന്റെ മെസ്സേജിന്റെ ഏതാണ്ട് പകുതിയോളം എത്തിയിട്ടില്ല. ഞാൻ നിർത്തിക്കോളാം, കൺക്ലൂഡ് ചെയ്തോളാം. ടൈം എത്ര വരെയാണെന്ന് പറയാമെങ്കിൽ ഒരാളെ 10 more minutes ആണ് പാസ്റ്റർ. ആത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ സംസാരിക്കാം. ഇങ്ങനെ 10 മിനിറ്റ് കൂടെ ഉണ്ട് പാസ്റ്റർ. ഓക്കെ, താങ്ക് യു. സ്തോത്രം. ഞാൻ ആത്മാവ് കേൾപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എന്റെ ഈ പാസ് നിർത്തത്തില്ലയോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഗുണത്തിൽ എന്നെ ശപിക്കാനിടയായ പിന്നെ എനിക്ക് ആ ശാപം വരുന്നല്ലോ. നിങ്ങൾ ശപിക്കുന്നത് എനിക്ക് അറിയാൻ കേട്ടോ. എങ്കിലും ഈ പണ്ടുള്ള പറയും അധികപ്രസംഗം ആർക്കും ഇഷ്ടമല്ല. 3 കാര്യം ഇഷ്ടമല്ല. കഴുതയുടെ കരച്ചിൽ ആർക്കും ഇഷ്ടമല്ല. അധികം പ്രസംഗിക്കുന്ന ആർക്ക് എന്തല്ല ഇഷ്ടമല്ല. അവൻ അധികം പ്രസംഗത്തോട് വലിയ ഗുണവും ഇല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നും കയറിയുമില്ല. ഒരു 20-25 മിനിറ്റ് കൂടുതൽ ഒരു മെസ്സേജിന്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ പഠനം. ആദ്യം കൊണ്ടുവന്ന് മനസ്സിൽ കൊണ്ടു. പിന്നെ കുറെ പറഞ്ഞു വിടാമെന്ന് മാത്രമേ ഉള്ളൂ. പോകട്ടെ, ഞാൻ 25 ഇപ്പൊ എത്രയായി? 40-45 മിനിറ്റ് ആയെന്നാണ് തോന്നുന്നു. ഓക്കെ, ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം വിശ്വാസം നിലനിൽക്കണം. രണ്ടാമത്തെ കാര്യം അവിടെ വായിക്കുന്ന ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ ദൈവത്തിന് അടുക്ക ചെല്ലണം. ആ രാജ്യത്ത് പ്രവേശിക്കുക. അവിടെ കട്ടതയില്ല, കണ്ണീരില്ല. മൂന്നാമത്തെ കാര്യം അവിടെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, കഷ്ടങ്ങളിൽ കൂടെ ദൈവം കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സെ അങ്ങോട്ട് ഉറപ്പിക്കും. മനസ്സുറയ്ക്കണം. ഈ മനസ്സിന് ഉറപ്പിനെ കുറിച്ച് തന്നെ പറയുന്ന ഒരു പ്രസംഗമാണ്. അതിലേക്കും ഞാൻ പോകുന്നില്ല. അപ്പൊ മനസ്സുറപ്പുള്ള ദൈവമക്കളായി നമ്മൾ മുമ്പോട്ട് കടന്നു പോകണം. ഓക്കെ, ഇതിന് ഇവരെന്താ ചെയ്ത, എന്താ ഇങ്ങനെ ഇവരെ മുമ്പോട്ട് പോകണം എന്നാ 3 കാര്യങ്ങൾ ചെയ്യുന്ന അടുത്ത വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ നോക്കിയാട്ട് അവിടെ വായിക്കുന്നത്, സഭ തോറും മൂപ്പന്മാരെ നിയമിച്ചു. സ്തോത്രം അല്ലേ? അവിടെ അങ്ങനെയല്ലേ വായിക്കുക? അവർ സഭ തോറും മൂപ്പന്മാരെ നിയമിച്ചു. ഈ മൂപ്പന്റെ ജോലി എന്താ? ശുശ്രൂഷകൻ എന്നതിന്റെ അർത്ഥം. അല്ലെ നമ്മുടെ ഭാഷ പറഞ്ഞ പാസ്റ്റേഴ്സ് അല്ലെ ഇടയന്മാർ. അവരെ നിയമിച്ചെന്താ? ഈ ജനത്തെ ഇങ്ങനെ പ്രശ്നം കയറി വരുമ്പോൾ അവരെ ലീഡ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ശുശ്രൂഷിച്ച് അവരെ ജയത്തോടെ നിർത്തി നിത്യത കൊണ്ടെത്തിക്കണം. അതിനാണ് മൂപ്പന്മാർ. രണ്ടാമത്തെ കാര്യം വായിക്കുന്നു, ഉപസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് കർത്താവെങ്കിൽ അവരെ അങ്ങ് പരമേൽപ്പിച്ചു. ദൈവമേ, ഇങ്ങനെയുള്ള കഷ്ടമൊക്കെ വരുമ്പോൾ പൗലോസിൽ നിന്നോ പത്രോസിൽ നിന്നോ ഒക്കെ അവർ കഷ്ടം സഹിക്കാൻ വരം ലഭിച്ചവരാ. പിന്നെ വായിക്കുന്നല്ലോ, കഷ്ടം സഹിക്കാനുള്ള വരം ലഭിച്ചു എന്ന പറഞ്ഞൊരു വാക്യമുണ്ട്. കഷ്ടത്തിന് വരമാണെന്ന് എഴുതിയിരിക്കുക. എല്ലാവർക്കും ഇത് കാണിയല്ല. ചെറിയ കഷ്ടം വന്നാൽ നിരാശപ്പെട്ടു പോകും, ഭാരപ്പെട്ടു പോകും, പിന്നെ പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, പിന്നെ ആരെയും വിളിക്കത്തില്ല, ഇങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കർത്താവെങ്കിലും ഇവരെ പരമേൽപ്പിച്ചു. കർത്താവേ ഇവരെ കാത്തുകൊണ്ടേ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ചിന്തിക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയെ കൊണ്ടുവരുന്ന ആക്കെന്ന് ചിന്തിക്കാട്ട്, വിധവയായ സഹായത്തിനില്ലാത്ത എൻ്റെ കുഞ്ഞിനെ നോക്കണേ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പരമേൽപ്പിക്കുക. ചിലപ്പോൾ ഒരാഴ്ചത്തേക്കാൻ 2 ആഴ്ചത്തേക്കായിരിക്കും. അവരെ എന്തെങ്കിലും ടൂർ പോകപ്പെടാതിരിക്കുക. അവരെ കൊണ്ട് ആ കുഞ്ഞിനെ നമ്മുടെ അടുക്കൽ പരമേൽപ്പിക്കുന്നത് പോലെ ഇക്കോന്യ, അന്ത്യോക്യ, ലോസ്ര, പിന്നെ പമ്പുല്യ, പിസിദിയ ദേശം, ഇങ്ങനെയുള്ള ദേശത്ത് ചുറ്റിപ്പാർത്ത് ദൈവത്തെ അറിയുന്ന ഭക്തന്മാരായ വിശ്വാസികളെ ദൈവ കർത്താവിന്റെ കാരണം പരമേൽപ്പിച്ചു. ഉത്തരവാദിത്തം കർത്താവിനെ കൊണ്ട് ഏൽപ്പിച്ചു. പ്രിയരെ, നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ കർത്താവാണ് നമ്മുടെ ലോർഡ്, അല്ലെങ്കിൽ നമ്മുടെ രാജാവ്. അല്ലെ? 155 സംഖ്യത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്, എൻ്റെ ദൈവമായ രാജാവെ എന്ന് വിളിക്കുന്നു. നമ്മളെ കൺട്രോൾ ചെയ്യാൻ, നമ്മളെ ഭരിക്കാൻ നമ്മുടെ ദൈവമാണ്. കർത്താവിന്റെ കരങ്ങളാണ് നമ്മുടെ ജീവിതം മുഴുവൻ പരമേൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നമ്മളെ കൺട്രോൾ ചെയ്തോളും.
എത്ര പ്രശ്നമുള്ള വിഷയമാണെങ്കിലും ബൈബിളിനകത്ത് ഒരു വാക്യമുണ്ടല്ലോ, നിങ്ങളുടെ അസാധ്യങ്ങൾ എൻ്റെ ആൾക്ക് കൊണ്ടുപോവാ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ആരോടൊക്കെയാ ചോദിക്കുന്നത്? പലരോടും ചോദിക്കുന്നുണ്ട് കർത്താവ്. നമുക്ക് ഇമ്പോസിബിളായി ഒരുപാട് കാര്യമുണ്ട്, എല്ലാ മനുഷ്യരുമുണ്ട്. എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത്, ഇമ്പോസിബിൾ എന്ന വാക്ക് ഡിക്ഷണറി മാറ്റിക്കളയില്ല, ഇമ്പോസിബിൾ ഒന്നും ഇല്ല. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ സെന്റ് ഹെലിന ദ്വീപിൽ അദ്ദേഹത്തെ നാട് കടത്തി. അവിടെ കടന്നുകൊണ്ട് തനിക്ക് ഒരു ആഗ്രഹമുണ്ട് തന്റെ വൈഫിനെ ഒന്ന് കാണണമെന്ന്. പക്ഷേ അധികാരികൾ സമ്മതിച്ചില്ല. ഉടനെ താൻ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത്, ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചു ഇമ്പോസിബിൾ ഒന്നും ഇല്ലെന്ന്. ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഇമ്പോസിബിൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിയരെ, നമുക്ക് ഇമ്പോസിബിൾ ആയ കാര്യങ്ങൾ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ വെക്കുക. നമ്മൾ സങ്കീർത്തനം 55:22 വായിക്കുന്നതിന്റെ ഭാരയെ ഓടൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകാൻ സമ്മതിക്കത്തില്ല. ഫിലിപ്പിയ ലേഖനം 4:6 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യം സ്വത്രം അറിയിക്കത്ര വേണ്ടത്. കർത്താവ് മത്തായി 22 വായിക്കുന്ന, അധ്വാനിക്കുന്ന ഭാഗം നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ ഭാരങ്ങളെല്ലാം, ഏതെല്ലാം ഭാരങ്ങളാണോ ഇന്ന് നിങ്ങളെ ഭരിക്കുന്നതെങ്കിലും ഇനി നാളെ വരാവുന്ന ഭാരങ്ങളും, നിങ്ങളുടെ തലമുറയെ കുറിച്ചാകാം, നിങ്ങളുടെ ജോലിയാകാം, നിങ്ങളുടെ ആരോഗ്യ വിഷയമാകാം, നാട്ടിലുള്ള നിങ്ങളുടെ പേരൻസ് ആകാം, എന്തുമാകട്ടെ അതെല്ലാം കർത്താവിനെ ഫലമേൽപ്പിക്കുക. അപ്പോൾ ഞാൻ ആ വചനം ഒന്ന് ആവർത്തിച്ച് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒന്ന്, ഈ സഭക്കാർ വിശ്വാസം നിൽക്കണം. കർത്താവ് വന്നാൽ അയ്യോ ഇന്നാരും വിശ്വാസത്തിൽ പോയി കേട്ടോ എന്ന് അത് ഏറ്റവും വേദനപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ്. കർത്താവ് ഭാരപ്പെടുന്നുണ്ട്, സഭാ ലീഡറാകുന്ന ദൈവാസം ഭാരപ്പെടുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന അനേകം അയ്യോ ഇന്നാരും വിശ്വാസത്തിൽ പോയി കേട്ടോ എന്ന് പറയുന്നത് കേൾക്കാൻ പാടില്ല. വിശ്വാസം നിലനിൽക്കണം. ആ വിശ്വാസം എങ്ങനെ ആയിരിക്കണം? അതിവിശുദ്ധ വിശ്വാസമായിരിക്കണം. ഞാൻ ഒരു നിർവ്യാജ വിശ്വാസമായിരിക്കണം. നിങ്ങൾ നിലനിൽക്കണം. ഒരുപക്ഷെ കഷ്ടതയും പ്രയാസമൊക്കെ നിങ്ങൾ വന്നേക്കാം. ആ കഷ്ടത നിങ്ങൾ മുടിഞ്ഞു പോകത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ദൈവദാസനുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഒരു വിഷയം വന്നാൽ, ഈ ആദ്യകാലത്തെ പെന്തക്കോസ്ത് അനുഭവം ഞാൻ മനസ്സിലാക്കിയത്, ഒരു വീട്ടിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ദൈവാസനം കുറെ പേര് ഒഴിഞ്ഞ് വരും, പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആ വിഷയത്തിൽ പരിഹാരം കിട്ടാതെ വീട്ടിൽ എഴുന്നേൽക്കത്തില്ല. അതൊക്കെ 50 കൊല്ലത്തിന് മുമ്പുള്ള എൻ്റെ അനുഭവങ്ങളാണ്. ഇന്ന് എനിക്ക് പോലും സമയമില്ല. ഞാൻ പറയും ഫോണിൽ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യം സമാധാനത്തോടെ ഇരുന്നു. ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തിരക്കാന്നേ, ഒരുപാട് കാര്യം തിരക്കാം. സ്തോത്രം. കഷ്ടതയിൽ നിങ്ങൾ നശിച്ചു പോകരുത്. അനവധി കഷ്ടമുണ്ട് ദൈവരാജ്യത്തിൽ കയറണം. പിന്നെ നമ്മൾ അടുത്ത പടിയിൽ 3 കാര്യം അവർ ചെയ്തെന്ന് വായിക്കുന്നു. മൂപ്പന്മാരെ നിയമിച്ചു, ഉപവാസവും പ്രാർത്ഥനയും കുറയരുത്, ദൈവസഭയെ കുറയരുത്. ഞാൻ വ്യക്തിയോട് ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഉപസിക്കാറുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കുമായിരിക്കും. ആഴ്ചയിൽ ഒരു നേരമെങ്കിലും, ഞാൻ ഒരു ദിവസം പറയുന്നില്ല, എപ്പോഴെങ്കിലും ഒരു നേരം ഒരു ഫുഡ് വെടിഞ്ഞിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് ആകാം അല്ലെങ്കിൽ രാത്രി ലഞ്ചാകാം, നിങ്ങൾ ഉപസിക്കാൻ തയ്യാറാകാം. ഒരു വലിയ വിജയം. എനിക്ക് പണ്ട് ഒരുപാട് ഉപസിച്ച പരിചയമുണ്ട്. ഈ പ്രായമൊക്കെ ആയിരുന്നു ഉപസിക്കാൻ കഴിയാത്തൊരു ഒരു നേരമോ 3/4 നേരമൊക്കെ. കാരണം കഴിഞ്ഞ ബുധനാഴ്ച ദൈവാനോട് പറഞ്ഞു നീ ഈ ദിവസം മുഴുവൻ ഇട്ടോളാൻ പറഞ്ഞു. എനിക്ക് ഉപസിക്കുമ്പോൾ എൻ്റെ മസിലൊക്കെ എന്ത് ചെയ്യും, അങ്ങ് കയറി അങ്ങ് ഇത് അറിയാമല്ലോ പിടിക്കും. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ നമ്മൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 4-5 ദിവസം ഇരുന്ന് ഫുള്ളായിട്ട് ഒരു കുഴപ്പമുണ്ടായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉപസിച്ചും പ്രാർത്ഥിച്ചും ആ ദൈവമക്കളെ ദൈവസഭയെ കർത്താവിൽ ഫലമേൽപ്പിച്ചു. ആമേൻ. ആ ദൈവമകൻ നിത്യത്തിൽ കാണും, നിങ്ങൾ നിത്യത്തിൽ കാണണം. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ദൈവസഭയ്ക്ക്, ദൈവദാസന് ആമേൻ ഞാൻ നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നന്ദി. നിങ്ങളെയും ആ സഭയും ഞാൻ ഓർക്കാറുണ്ട്. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വരും ദിവസങ്ങൾ 2025 ഏറ്റവും നല്ലൊരു വർഷമായി. ആമേൻ. ഞാൻ ഇപ്പോഴേ ആശംസ പറയുക. ആമേൻ. ഗോഡ് ഹെൽപ്പ് യു അബൻഡന്റ്ലി, അല്ലെങ്കിൽ വിഷ് യു ന്യൂ ഇയർ അബൻഡന്റ്ലി. നന്നായിട്ട് നിങ്ങളെ ദൈവം പുലർത്തട്ടെ. എല്ലാ ആശംസയും പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് വചനങ്ങൾ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.